അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ മക്കളെ, ഞാൻ പച്ചമുളകും തക്കാളിയൊക്കെ അത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും മല്ലിച്ചപ്പും ഇതൊക്കെ ആക്കിയിട്ട് വേറെ മാറ്റി വെച്ചിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂസക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഉരുളക്കിഴങ്ങാണ് അത് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മട്ടൻ ആദ്യം ഞാൻ കുരുമുളകും പച്ച കുരുമുളകില്ലേ അതും കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും പച്ചമുളക്, മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മട്ടനൊന്ന് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഉള്ളി വാട്ടിയിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. റോസ്റ്റ് പോലെ ഉണ്ടാക്കിയത് കേട്ടോ. അതിനൊരു മട്ടൻ്റെ ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതിലൊന്ന് കാണിക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായ രീതികളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മട്ടൻ്റെ ഒരു മണമോ ചോയയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ മക്കളെ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുരുമുളകും പച്ചക്കുരുമുളകും മല്ലിച്ചപ്പ്, നമ്മളെ വേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാലയുടെ പൊടിയൊക്കെ കൂടിയിട്ടിട്ട് നമ്മളെ മട്ടൻ നന്നായിട്ടൊന്ന് ഒരു 8 വിസിലൊക്കെ അടിച്ചോട്ടെ കേട്ടോ. മട്ടന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഒരു 8 വിസിലൊക്കെ അടിച്ചിട്ടാണ്. അതൊക്കെ അടിച്ചതിൻ്റെ ശേഷം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ കുറച്ച് ലിവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പക്ഷേ കാര്യമായിട്ട് കാണിക്കണ നമ്മളെ മട്ടൻ റോസ്റ്റ് ആട്ടോ അതിൽ കാണിക്കുന്നത്. അപ്പം നമ്മളത് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് മസാല ഇത് റെഡിയാക്കാൻ വേണ്ടി നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ഏലക്കായുടെ പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണേക്ക് അതിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മളിതിൽ ഈ റോസ്റ്റ് ഈ പച്ചമുളകും തക്കാളിയൊക്കെ വാട്ടണില്ലേ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒന്നും ഇടൂല കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ, ഗരം മസാലയുടെ പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ. അതിലേക്ക് എക്സ്ട്രാ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടൂല കേട്ടോ. ഞാനിപ്പോൾ ഇട്ടത് ഗരം മസാലയുടെ പൊടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്ലാഷ് ഒന്ന് ഓഫായിട്ട് അതാണ് ഇപ്പോൾ ഇരുട്ട് പോലെ തോന്നിയത് കേട്ടോ. ഈ ചൂട് തട്ടുമ്പോഴേ ഇങ്ങനെ ഓഫാവും ഇടയ്ക്ക്. നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ തൊട്ടടുത്തേക്ക് ഫോൺ പിടിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമ്മളത് ആ മട്ടൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാ. മട്ടൻ ഞാൻ തീരെ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മട്ടൻ വെന്തതിന് ശേഷം അതിലിത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തോടുക്കിന് കൂടിയിട്ട് ഞാൻ നമ്മളെ ഉള്ളിയിലേക്ക് അത് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കിടന്നിട്ട് നന്നായി വെള്ളമൊക്കെ വച്ചിട്ട് നല്ല റോസ്റ്റ് പോലെ ആവട്ടെ. എന്നാൽ നല്ല തീരെ വെള്ളമില്ലാത്ത രീതിയിലല്ല, ഇത്തിരി വെള്ളമുള്ള രീതിയിലാണ് കേട്ടോ. ഇത്തിരി വെള്ളമുള്ള രീതിയിൽ ഒരു കുഴമ്പ് പോലത്തെ രീതിയിലാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കളെ നോമ്പ് തുറന്നപ്പോൾ ഞാൻ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. മക്കൾ പോലും അറിഞ്ഞില്ല ഇത് മട്ടനാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. അവരോട് ഞാൻ ചിക്കനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് വിശ്വസിച്ചിട്ട് തിന്ന്. അതിൻ്റെ ഒരു ചൊയയോ മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മക്കളെ. അപ്പോൾ ഇത് എളുപ്പമുള്ള രീതിയിലാണ് അത് മട്ടൻ ഉണ്ടാക്കുക. ഒരു മട്ടൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. ഞാൻ ഇതിലേക്ക് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കടി. ഞാൻ പൊരിച്ച കടി ഉണ്ടാക്കിയിരുന്നു. നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കായ ബജി, മുളക് ബജി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ചിക്കൻ കുറച്ച് ബീഫിൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന്, ആ ലിവറാണ് ഇട്ടത്. പക്ഷെ അത് ഇന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇന്നത്തെ ലിവറായിരുന്നു. അത് ഞാൻ ഇന്നൊന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇന്നലത്തെ ലിവറല്ലേ, അപ്പം ഞാൻ അത് കൂടുതൽ വെക്കണ്ടല്ലോ. അപ്പോൾ ഞാനത് ഇന്ന് തന്നെ ഞാനത് കൂട്ടി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ നോമ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുഞ്ഞു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അയക്കും മക്കളെ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണേ, ഒരു ലൈക്കും നിങ്ങളിടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.